ന്യായാധിപന്മാരുടെ പുസ്തകം 9-ാം അധ്യായം. അനന്തരം യെരുബ്ബാലിന്റെ മകനായ അബീമേലെക്ക് ശെഖേമിൽ തന്റെ അമ്മയുടെ സഹോദരന്മാരുടെ അടുക്കൽ ചെന്ന് അവരോടും തന്റെ അമ്മയുടെ പിതൃഭവനമായ സർവ്വ കുടുംബത്തോടും സംസാരിച്ചു. യെരുബ്ബാലിന്റെ 70 പുത്രന്മാരോടുകൂടെ നിങ്ങളെ ഭരിക്കുന്നതോ ഒരുത്തൻ നിങ്ങളെ ഭരിക്കുന്നതോ നിങ്ങൾക്ക് ഏത് നല്ലത്? ഞാൻ നിങ്ങളുടെ അസ്ഥിയും മാംസവും ആകുന്നു എന്ന് ഓർത്തുകൊള്ളുവീൻ എന്ന് ശെഖേമിലെ സകല പൗരന്മാരോടും പറയുവീൻ എന്ന് പറഞ്ഞു. അങ്ങനെ അവൻ്റെ അമ്മയുടെ സഹോദരന്മാർ ശെഖേമിലെ സകല പൗരന്മാരോട് ഈ വാക്കുകളൊക്കെയും അവനു വേണ്ടി സംസാരിച്ചപ്പോൾ അവരുടെ ഹൃദയം അബീമേലെക്കിങ്കിൽ ചാഞ്ഞു. അവൻ നമ്മുടെ സഹോദരനല്ലോ എന്നവർ പറഞ്ഞു. പിന്നെ അവർ ബാൽബെരീത്തിന്റെ ക്ഷേത്രത്തിൽ നിന്ന് 70 വെള്ളിക്കാശ് എടുത്ത് അവന് കൊടുത്തു. അതിനെക്കൊണ്ട് അബീമേലെക്ക് തുമ്പുകെട്ടവരും നിസ്സാരന്മാരുമായ ആളുകളെ കൂലിക്ക് വാങ്ങി അവർക്ക് നായകനായി തീർന്നു. അവൻ ഒഫ്രയിൽ തൻ്റെ അപ്പൻ്റെ വീട്ടിൽ ചെന്ന് യെരുബ്ബാലിന്റെ പുത്രന്മാരായ തൻ്റെ സഹോദരന്മാർ 70 പേരെയും ഒരു കല്ലിന്മേൽ വെച്ച് കൊന്നു. എന്നാൽ യെരുബ്ബാലിന്റെ ഇളയ മകനായ യോഥാം ഒളിച്ചു കളഞ്ഞതുകൊണ്ട് ശേഷിച്ചു. അതിൻ്റെ ശേഷം ശെഖേമിലെ സകല പൗരന്മാരും മില്ലോ ഗൃഹമൊക്കെയും ഒരുമിച്ച് കൂടി ചെന്ന് ശെഖേമിലെ ജ്ഞാപക സ്തംഭത്തിനരികെയുള്ള കരുവേലത്തിങ്കൽ വെച്ച് അബീമേലെക്കിനെ രാജാവാക്കി. ഇതിനെക്കുറിച്ച് യോഥാമിന് അറിവ് കിട്ടിയപ്പോൾ അവൻ ഗെരിസീം മലമുകളിൽ ചെന്ന് ഉച്ചത്തിൽ അവരോട് വിളിച്ചു പറഞ്ഞെന്തെന്നാൽ, ശെഖേം പൗരന്മാരെ, ദൈവം നിങ്ങളുടെ സങ്കടം കേൾക്കാതെ നിങ്ങൾ എൻ്റെ സങ്കടം കേൾപ്പീൻ. പണ്ടൊരിക്കൽ വൃക്ഷങ്ങൾ തങ്ങൾക്കൊരു രാജാവിനെ അഭിഷേകം ചെയ്യുവാൻ പോയി. അവ ഒലിവ് വൃക്ഷത്തോട്, നീ ഞങ്ങൾക്ക് രാജാവായിരിക്ക എന്ന് പറഞ്ഞു. അതിന് ഒലിവ് വൃക്ഷം, ദൈവവും മനുഷ്യരും എന്നെ പുകഴ്ത്തുവാൻ ഹേതുവായിരിക്കുന്ന എൻ്റെ പുഷ്ടി ഞാൻ ഉപേക്ഷിച്ച് വൃക്ഷങ്ങളുടെ മേൽ ആടുവാൻ പോകുമോ എന്ന് പറഞ്ഞു. പിന്നെ വൃക്ഷങ്ങൾ അത്തിവൃക്ഷത്തോട്, നീ വന്ന് ഞങ്ങൾക്ക് രാജാവായിരിക്കുക എന്ന് പറഞ്ഞു. അതിന് അത്തിവൃക്ഷം, എൻ്റെ മധുരവും വിശേഷപ്പെട്ട പഴവും ഞാൻ ഉപേക്ഷിച്ച് വൃക്ഷങ്ങളുടെ മേൽ ആടുവാൻ പോകുമോ എന്ന് പറഞ്ഞു. പിന്നെ വൃക്ഷങ്ങൾ മുന്തിരിവള്ളിയോട്, നീ വന്ന് ഞങ്ങൾക്ക് രാജാവായിരിക്കുക എന്ന് പറഞ്ഞു. മുന്തിരിവള്ളി അവയോട്, ദൈവത്തെയും മനുഷ്യനെ ആനന്ദിപ്പിക്കുന്ന എൻ്റെ രസം ഞാൻ ഉപേക്ഷിച്ച് വൃക്ഷങ്ങളുടെ മേൽ ആടുവാൻ പോകുമോ എന്ന് പറഞ്ഞു. പിന്നെ വൃക്ഷങ്ങളെല്ലാം കൂടെ മുൾപ്പടർപ്പിനോട്, നീ വന്ന് ഞങ്ങൾക്ക് രാജാവായിരിക്ക എന്ന് പറഞ്ഞു. മുൾപ്പടർപ്പ് വൃക്ഷങ്ങളോട്, നിങ്ങളെ യഥാർത്ഥമായി എന്നെ നിങ്ങൾക്ക് രാജാവായി അഭിഷേകം ചെയ്യുന്നുവെങ്കിൽ വന്ന് എൻ്റെ നിഴലിൽ ആശ്രയിപ്പീൻ. അല്ലെങ്കിൽ മുൾപ്പടർപ്പിൽ നിന്ന് തീ പുറപ്പെട്ട് ലെബാനോനിലെ ദേവദാരുക്കളെ ദഹിപ്പിക്കട്ടെ എന്ന് പറഞ്ഞു. നിങ്ങളിപ്പോൾ അബീമേലെക്കിനെ രാജാവാക്കിയതിൽ വിശ്വസ്തതയും പരമാർത്ഥതയും ആകുന്നുവോ പ്രവർത്തിച്ചത്? നിങ്ങൾ യെരുബ്ബാലിനോടും അവൻ്റെ കുടുംബത്തോടും നന്മയാകുന്നുവോ ചെയ്തത്? അവൻ്റെ പ്രവൃത്തിയുടെ യോഗ്യതയ്ക്ക് തക്കവണ്ണമോ അവനോട് പ്രവർത്തിച്ചത്? എൻ്റെ അപ്പൻ തൻ്റെ ജീവനെ ഗണ്യമാക്കാതെ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തു. മിദ്യാൻ്റെ കയ്യിൽ നിന്ന് നിങ്ങളെ രക്ഷിച്ചിരിക്കെ നിങ്ങൾ ഇന്ന് എൻ്റെ അപ്പൻ്റെ ഗൃഹത്തിന് വിരോധമായി എഴുന്നേറ്റ് അവൻ്റെ പുത്രന്മാരായ 70 പേരെയും ഒരു കല്ലിന്മേൽ വെച്ച് കൊല്ലുകയും അവൻ്റെ ദാസിയുടെ മകനായ അബീമേലെക്ക് നിങ്ങളുടെ സഹോദരനായിരിക്കെ കൊണ്ട് അവനെ ശെഖേം പൗരന്മാർക്ക് രാജാവാക്കുകയും ചെയ്തുവല്ലോ. ഇങ്ങനെ നിങ്ങൾ യെരുബ്ബാലിനോടും അവൻ്റെ കുടുംബത്തോടും ചെയ്തത് വിശ്വസ്തയും പരമാർത്ഥയും എന്ന് വരികിൽ നിങ്ങൾ അബീമേലെക്കിൽ സന്തോഷിപ്പീൻ, അവൻ നിങ്ങളിലും സന്തോഷിക്കട്ടെ. അല്ലെങ്കിൽ അബീമേലെക്കിൽ നിന്ന് തീ പുറപ്പെട്ട് ശെഖേം പൗരന്മാരെ മില്ലോ ഗൃഹത്തെയും ദഹിപ്പിക്കട്ടെ. ശെഖേം പൗരന്മാരിൽ നിന്നും മില്ലോ ഗൃഹത്തിൽ നിന്നും തീ പുറപ്പെട്ട് അബീമേലെക്കിനെയും ദഹിപ്പിക്കട്ടെ. ഇങ്ങനെ പറഞ്ഞിട്ട് യോഥാം ഓടിപ്പോയി ബേരിലേക്ക് ചെന്ന് തൻ്റെ സഹോദരനായ അബീമേലെക്കിനെ പേടിച്ച് അവിടെ പാർത്തു. അബീമേലെക്ക് ഇസ്രായേലിനെ 3 സംവത്സരം ഭരിച്ച ശേഷം ദൈവം അബീമേലെക്കിനും ശെഖേം പൗരന്മാർക്കും തമ്മിൽ ഛിദ്രബുദ്ധി വരുത്തി. ശെഖേം പൗരന്മാർ അബീമേലെക്കിനോട് ദ്രോഹം തുടങ്ങി. അങ്ങനെ യെരുബ്ബാലിന്റെ 70 പുത്രന്മാരോടും ചെയ്ത പാതകത്തിന് പ്രതികാരം വരികയും അവരുടെ രക്തം അവരെ കൊന്നവനായ അവരുടെ സഹോദരൻ അബീമേലെക്കും അവൻ്റെ സഹോദരന്മാരെ കൊല്ലുവാൻ അവന് തുണയായിരുന്ന ശെഖേം പൗരന്മാരും ചുമക്കുകയും ചെയ്തു. ശെഖേം പൗരന്മാർ മലമുകളിൽ അവന് വിരോധമായി പതിയിരിപ്പുകാരെ ആക്കി. ഇവർ തങ്ങളുടെ സമീപത്തോടി വഴിപോകുന്ന എല്ലാവരോടും കവർച്ച തുടങ്ങി. ഇതിനെക്കുറിച്ച് അബീമേലെക്കിന് അറിവ് കിട്ടി. അപ്പോൾ ഏബദിന്റെ മകനായ ഗാലും അവൻ്റെ സഹോദരന്മാരും വന്ന് ശെഖേമിൽ കടന്നു. ശെഖേം പൗരന്മാർ അവനെ വിശ്വസിച്ചു. അവർ വയലിൽ ചെന്ന് തങ്ങളുടെ മുന്തിരിത്തോട്ടങ്ങളെ കുല അറുത്ത് ഉത്സവം കൊണ്ടാടി. തങ്ങളുടെ ദേവന്റെ ക്ഷേത്രത്തിൽ ചെന്ന് തിന്നുകുടിക്കുകയും അബീമേലെക്കിനെ ശപിക്കുകയും ചെയ്തു. ഏബദിന്റെ മകനായ ഗാൽ പറഞ്ഞത്, അബീമേലെക്കിനെ നാം സേവിക്കേണ്ടതിന് അവൻ ആർ? ശെഖേമാർ അവൻ യെരുബ്ബാലിന്റെ മകനും സെബൂൽ അവൻ്റെ കാര്യസ്ഥനുമല്ലയോ? അവൻ ശെഖേമിന്റെ അപ്പനായ ഹാമോരിന്റെ ആളുകളുമായി അവനെ സേവിക്കട്ടെ. നാം അവനെ സേവിക്കുന്നത് എന്തിന്? ഈ ജനം എൻ്റെ കൈക്കീഴായിരുന്നെങ്കിൽ ഞാൻ അബീമേലെക്കിനെ നീക്കിക്കളയുകയും അബീമേലെക്കിനോട് നിന്റെ സൈന്യത്തെ വർദ്ധിപ്പിച്ച് പുറപ്പെട്ടു വരികയെന്ന് പറയുകയും ചെയ്യുമായിരുന്നു. ഏബദിന്റെ മകനായ ഗാലിന്റെ വാക്കുകളെ കേട്ടപ്പോൾ നഗരാധിപനായ സെബൂലുവിന്റെ കോപം ജ്വലിച്ചു. അവൻ രഹസ്യമായിട്ട് അബീമേലെക്കിന്റെ അടുക്കൽ ദൂതന്മാരെ അയച്ചു. ഇതാ, ഏബദിന്റെ മകനായ ഗാലും അവൻ്റെ സഹോദരന്മാരും ശെഖേമിൽ വന്നിരിക്കുന്നു. അവർ പട്ടണത്തെ നിന്നോട് മത്സരിപ്പിക്കുന്നു. ആകയാൽ നീയും നിന്നോട് കൂടെയുള്ള പടജനവും രാത്രിയിൽ പുറപ്പെട്ട് വയലിൽ പതിയിരുന്നു കൊള്ളുവീൻ. രാവിലെ സൂര്യൻ ഉദിക്കുമ്പോൾ എഴുന്നേറ്റ് പട്ടണത്തെ ആക്രമിക്കാം. എന്നാൽ അവനും കൂടെയുള്ള പടജനവും നിന്റെ നേരെ പുറപ്പെടുമ്പോൾ തരം പോലെ അവരോട് പ്രവർത്തിക്കാം എന്ന് പറയിച്ചു. അങ്ങനെ അബീമേലെക്കും കൂടെയുള്ള പടജനമൊക്കെയും രാത്രിയിൽ പുറപ്പെട്ട് ശെഖേമിനരികെ 4 കൂട്ടമായി പതിയിരുന്നു. ഏബദിന്റെ മകനായ ഗാൽ പുറപ്പെട്ട് പട്ടണത്തിന് ഗോപുരത്തിങ്കിൽ നിന്നപ്പോൾ അബീമേലെക്കും കൂടെയുള്ള പടജനവും പതിയിരിപ്പിൽ നിന്ന് എഴുന്നേറ്റു.
ഗാൽ പടജനത്തെ കണ്ടപ്പോൾ അതാ പർവ്വതങ്ങളുടെ മുകളിൽ നിന്ന് പടജനം ഇറങ്ങി വരുന്നുവെന്ന് സെബൂലൂനോട് പറഞ്ഞു. സെബൂലൂൻ അവനോട്, പർവ്വതങ്ങളുടെ നിഴൽ കണ്ടിട്ട് മനുഷ്യരെന്ന് നിനക്ക് തോന്നുകയാവുന്നെന്ന് പറഞ്ഞു. ഗാൽ പിന്നെയും, അതാ പടജനം ദേശമധ്യേ ഇറങ്ങി വരുന്നു, മറ്റൊരു കൂട്ടവും പ്രാശ്നികന്മാരുടെ കരുവലയത്തിൻ്റെ സമീപത്തുകൂടി വരുന്നു എന്ന് പറഞ്ഞു. സെബൂൽ അവനോട്, നാം അബീമേലെക്കിനെ സേവിക്കേണ്ടതിന് അവൻ ആരെന്ന് പറഞ്ഞ നിന്റെ വായ് ഇപ്പോൾ എവിടെ? ഇത് നീ പുച്ഛിച്ച പടജനമല്ലയോ? ഇപ്പോൾ പുറപ്പെട്ട് അവരോട് പൊരുക എന്ന് പറഞ്ഞു. അങ്ങനെ ഗാൽ ശേഖേം പൗരന്മാരോടുമായി പുറപ്പെട്ട് അബീമേലെക്കിനോട് പടവെട്ടി. അബീമേലെക്കിന് മുമ്പിൽ അവൻ തോറ്റോടി. അവൻ അവരെ പിന്തുടർന്ന് പടിവാതിൽ വരെ അനേകം പേർ ഹതന്മാരായി വീണു. അബീമേലെക്ക് അരൂമയിൽ താമസിച്ചു. സെബൂൽ ഗാലിനെയും സഹോദരന്മാരെയും ശേഖേമിൽ പാർപ്പാൻ സമ്മതിക്കാതെ അവിടെ നിന്ന് നീക്കിക്കളഞ്ഞു. പിറ്റന്നാൾ ജനം വയലിലേക്ക് പുറപ്പെട്ടു. അബീമേലെക്കിന് അതിനെക്കുറിച്ച് അറിവ് കിട്ടി. അവൻ പടജനത്തെ കൂട്ടി 3 കൂട്ടമായി ഭാഗിച്ച് വയലിൽ പതിയിരുന്നു. ജനം പട്ടണത്തിൽ നിന്ന് പുറപ്പെട്ടു വരുന്നത് കണ്ട് അവരുടെ നേരെ ചെന്നവരെ സംഹരിച്ചു. പിന്നെ അബീമേലെക്കും കൂടെയുള്ള കൂട്ടരും പാഞ്ഞു ചെന്ന് പട്ടണത്തിന് പടിവാതിൽക്കൽ നിന്നു. മറ്റേ കൂട്ടം 2 വയലിലുള്ള സകല ജനത്തിനെ നേരെ പാഞ്ഞു ചെന്ന് അവരെ സംഹരിച്ചു. അബീമേലെക്ക് അന്ന് മുഴുവനും പട്ടണത്തോട് പൊരുത് പട്ടണം പിടിച്ച് അതിലെ ജനത്തെ കൊന്നു. പട്ടണത്തെ ഇടിച്ചു കളഞ്ഞ് അതിൽ ഉപ്പ് വിതറി. ശേഖേം ഗോപുര നിവാസികൾ എല്ലാവരും ഇത് കേട്ടപ്പോൾ ഏൽ ബെരീത്തിന്റെ ക്ഷേത്രമണ്ഡപത്തിൽ കടന്നു. ശേഖേം ഗോപുര നിവാസികൾ എല്ലാവരും ഒന്നിച്ചു കൂടിയിരിക്കുന്നെന്ന് അബീമേലെക്കിന് അറിവ് കിട്ടി. അബീമേലെക്കും കൂടെയുള്ള പടജനമൊക്കെയും സൽമോൻ മലയിൽ കയറി. അബീമേലെക്ക് കോടാലി എടുത്തൊരു മരക്കൊമ്പ് വെട്ടി ചുമലിൽ വെച്ചു. തൻ്റെ പടജനത്തോട്, ഞാൻ ചെയ്തു നോക്കി, നിങ്ങളും വേഗം അതുപോലെ ചെയ്യുവീൻ എന്ന് പറഞ്ഞു. പടജനമെല്ലാം അതുപോലെ ഓരോരുത്തനും ഓരോ കൊമ്പ് വെട്ടി അബീമേലെക്കിൻ്റെ പിന്നാലെ ചെന്ന് മണ്ഡപത്തിനെതിരെയിട്ട് തീ കൊടുത്തു. മണ്ഡപത്തോടുകൂടെ അവരെ ചുട്ടുകളഞ്ഞു. അങ്ങനെ ശേഖേം ഗോപുരവാസികളൊക്കെയും പുരുഷന്മാരും സ്ത്രീകളുമായ ഏകദേശം 1000 പേർ മരിച്ചുപോയി. അനന്തരം അബീമേലെക്ക് തേബസിലേക്ക് ചെന്ന് തേബസിന് വിരോധമായി പാളയമിറങ്ങി അതിനെ പിടിച്ചു. പട്ടണത്തിനകത്ത് ഉറപ്പുള്ളൊരു ഗോപുരമുണ്ടായിരുന്നു. അവിടേക്ക് സകല പുരുഷന്മാരും സ്ത്രീകളും പട്ടണത്തിലുള്ളവരൊക്കെയും ഓടിക്കടന്ന് വാതിലടച്ച് ഗോപുരത്തിൻ്റെ മുകളിൽ കയറി. അബീമേലെക്ക് ഗോപുരത്തിനരികെ എത്തി അതിനെ ആക്രമിച്ചു. അതിന് തീ കൊടുത്തു ചുട്ടുകളയേണ്ടതിന് ഗോപുരവാതിലിനടുത്തിയെന്നു. അപ്പോൾ ഒരു സ്ത്രീ തിരികല്ലിൻ്റെ പിള്ള അബീമേലെക്കിൻ്റെ തലയിലിട്ട് അവൻ്റെ തലയോട് തകർത്ത് കളഞ്ഞു. ഉടനെ അവൻ തൻ്റെ ആയുധവാഹന ബാലിക്കാരനെ വിളിച്ച്, ആ ഒരു സ്ത്രീ എന്നെ കൊന്നു എന്ന് പറയാതിരിക്കേണ്ടതിന് നിന്റെ വാളൂരി എന്നെ കൊല്ലുക എന്നവനോട് പറഞ്ഞു. അവൻ്റെ ബാലിക്കാരൻ അവനെ കുത്തി. അങ്ങനെ അവൻ മരിച്ചു. അബീമേലെക്ക് മരിച്ചു എന്ന് കണ്ടപ്പോൾ ഇസ്രായേലിയർ തങ്ങളുടെ സ്ഥലത്തേക്ക് മടങ്ങിപ്പോയി. അബീമേലെക്ക് തൻ്റെ 70 സഹോദരന്മാരെ കൊന്നതിനാൽ തൻ്റെ അപ്പനോട് ചെയ്തിട്ടുള്ള പാതകത്തിന് ദൈവം ഇങ്ങനെ പകരം ചെയ്തു. ശേഖേം നിവാസികളുടെ സകല പാതകങ്ങളും ദൈവം അവരുടെ തലമേൽ വരുത്തി. അങ്ങനെ യെരുബാലിൻ്റെ മകനായ യോഥാമിൻ്റെ ശാപം അവരുടെ മേൽ വന്നു.